പ്രൈസ് ഗാഡ്. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതല്ലോ. അനുഗ്രഹീതമായ ഒരു പകൽ ജീവിച്ചിരുന്ന ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിപ്പാനും ദൈവം നമുക്കിങ്ങനെ ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ്സിൽ അനുവദിച്ചു തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ ആരാധിക്കുവാൻ ദൈവം ഈ പകൽക്കാലവും നമ്മെ സഹായിക്കുന്നതിനാൽ ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകൾ ഒക്കെ സർവേശ്വരൻ തന്റെ ചിറകടിയിൽ ഭദ്രമായി നമ്മളെ സൂക്ഷിച്ച് നമുക്ക് ശരീരസുഖവും മനസ്സമാധാനവും നമുക്ക് ആവശ്യമുള്ള നന്മകളും നൽകിത്തന്ന സ്വർഗസ്ഥനായ ദൈവം നമ്മളെ പോറ്റുകയും പുലർത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്കെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവ് തന്റെ കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്ന് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായി രാവിലെ സമയം അവിടുത്തെ രക്തത്തിന്റെ വിലയാകുന്ന ഞങ്ങൾക്ക് കർത്തൃസന്നിധിയിൽ വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അവിടുത്തെ തിരുനാമത്തെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കരുണയ്ക്കായി പുനഃനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവിന്റെ ശാശ്വതമായ ഭുജത്തിൽ ഞങ്ങളെ വഹിച്ച് ഞങ്ങൾക്ക് സമാധാനം തന്ന് ശരീരസുഖം തന്ന് ദൈവകൃപ തന്ന് ഞങ്ങളെ പരിപാലിച്ച നിസ്തുല്യ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകൾ എത്രയോ അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവമേ, അതൊന്നും വ്യസന കാരണമായി തീരാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അവിടുത്തെ കൃപയുടെ കരത്തിൽ വഹിച്ച് ശരീരസുഖം തന്ന് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ച നിസ്തുല്യ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ രാവിലെ സമയവും സഭയായി ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പുതിയ ശക്തിയാലും കൃപയാലും ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പുണ്യനാമത്തെ ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കൊത്തവണ്ണം അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പുണ്യനാമത്തെ പാടി ആരാധിപ്പാൻ കൃപ തരണമേ. പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. തിരുവഴുത്തിൽ നിന്ന് കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾക്ക് അടുത്തൊരാഴ്ച മുഴുവനും വീഴ്ച കൂടാതെ ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ള ആലോചനകൾ ദൈവവചനത്തിൽ തന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്തൃകരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അവിടുത്തെ വലിയ നാമം ഞങ്ങളുടെ മഹിമപ്പെടുവാന്റെ ഗുണം ഇടയാക്കി തീർക്കണമേ. കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നു. ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ അദൃശ്യമാർന്ന കരം ഞങ്ങളുടെ ശിരസിൽ വെച്ച് പിതാവേ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. അതിനായി ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. തിരുരക്തവും ഞങ്ങളെ കഴുകണമേ. കൂടുതൽ കൂടുതൽ അങ്ങയ്ക്ക് ഗുണകരമായ ഒരു ജീവിതം നയിപ്പാനെ കൊണ്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുകയാണ്. അവിടുത്തെ വലിയ നാമം ഞങ്ങളിലൂടെ മഹിമപ്പെടട്ടെ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു നല്ല പകൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ വലിയ നാമം മഹിമപ്പെടട്ടെ. നമുക്ക് ചേർന്ന് കരങ്ങളടിച്ച് പാടി സ്വർഗീയ പിതാവിനെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് വാസ്തവമായി നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. അവിടുത്തെ സാന്നിധ്യം നാം ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ പകൽക്കാലം നമ്മളെ തന്റെ കൃപയാലും ശക്തിയാലും നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കരങ്ങളടിച്ച് വളരെ ആത്മാർത്ഥമായി യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാം. നമ്മുടെ ദൈവം സ്തുതിക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, ബഹുമാനത്തിന് യോഗ്യൻ. എല്ലാ പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. നമ്മുടെ കർത്താവ് കഴിഞ്ഞ ദിനങ്ങളൊക്കെ നമ്മളെ നടത്തിയ വഴികളെ കുറിച്ച് ഓർത്ത് ഹല്ലേലൂയ നന്ദി ഹൃദയത്തോടെ നമുക്ക് കരങ്ങളൊക്കെ അടിച്ച് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. നാളത്തോട് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുകയും നമുക്ക് ദിവസം തോറും നമ്മുടെ മേൽ നന്മകളെ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ നൽകി നമ്മളെ പോറ്റി പുലർത്തുന്ന വന്യനായ നമ്മുടെ പിതാവിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നന്ദി ഹൃദയത്തോട് അല്പസമയം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നാം വിമുക്തന്മാർ ദൈവ കൃപ ലഭിച്ചോർ യാഹിൽ സന്തോഷിച്ച് ആനന്ദിച്ചാർപ്പ് എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിലെ സന്തോഷം വേലം നമുക്ക് യാവരും തൻ തിരുസന്നിധിയിൽ യാഹിലെ സന്തോഷം വേലം നമുക്ക് യാവരും തൻ തിരുസന്നിധിയിൽ ആത്മപൂർണ്ണരാജിനവും പാടി വാഴ്ത്തി സ്തുതിച്ചിടുക നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം നാൾതോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാ നാൾതോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാ വന്ദനാം പിതാവിനെ നാം നന്ദിയോടെ സ്തുതിച്ചിടുക നാം നന്ദിയോടെ സ്തുതിച്ചിടുക വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം മാനവികാ പരിശോധനകൾ പാടും നമ്മെ മൂടിയപ്പോ നാനാവിധ പരിശോധനകൾ പാടും നമ്മെ മൂടിയപ്പോ താങ്ങി തൻ കൃപാകരത്താൽ നാം നന്ദിയോടെ സ്തുതിച്ചിടുക നാം നന്ദിയോടെ സ്തുതിച്ചിടുക വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം വൻകൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം വൻകൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു കൃപാകൃപായെന്നാക്കുകൊണ്ട് കൃപാസനത്തോടടുത്തിടുക കൃപാസനത്തോടടുത്തിടുക വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാട്ടുക നാം ഇന്നയോളം പ്രിയൻ തൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ ഇന്നയോളം പ്രിയൻ തൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ പൊന്നുനാമമുയർത്തി മോദാ നന്ദി
കൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാൽ പുകനാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാൽ പുകനാം വിമുക്തന്മാർ ദൈവ കൃപ ലഭിച്ചോ യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാൽ പുകനാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാൽ പുകനാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാൽ പുകനാം യാഹിൽ സന്തോഷിച്ചാനന്ദിച്ചാൽ പുകനാം. Praise the Lord. Hallelujah. Praise the Lord. വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു പാട്ടുപാടി സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലായ്പ്പോഴും യാഗിലെ സന്തോഷം നമുക്ക് ബലമാണ്. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് അതിരില്ല. ദൈവം വലിയവൻ തന്നെ ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച് ഈ കൃപയുടെ ആധിക്യം അനുഭവിച്ച് കർത്താവിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ തമ്പുരാൻ നമ്മളെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ സഭായോഗത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വലിയവനായി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം നടക്കേണ്ടുന്ന ശുശ്രൂഷകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കുകയും ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും കരങ്ങൾ വടക്കി തലകൾ വടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാരംഭമായിട്ട് സിസ്റ്റർ ജെയ്സി പീറ്റർ പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് ഷിബു ഡാനിയലും പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവേ, രാവിലെ സമയത്തിനായി നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവബോലങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരാഴ്ചോട്ടക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ പരിപാലിച്ചു സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, ആപത്തുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ കടന്നുപോയപ്പോൾ നാഥൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ തന്നതോർത്ത് നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. അനേകായിരങ്ങൾ കർത്താവേ ഹല്ലേലൂയ രോഗത്തിൽ, ദുഃഖത്തിൽ, പ്രയാസങ്ങൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ എൻ്റെ കർത്താവേ ഹല്ലേലൂയ ദൈവമക്കൾക്കായി കർത്താവേ നീ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നതായ എല്ലാ ജനത്തെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിൽ രോഗികൾ, കർത്താവെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ, കർത്താവെ വിവിധ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അവസ്ഥകളും അറിഞ്ഞ് എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയും പരിപാലനയോടൊന്ന് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾക്ക് നല്ല പാട്ടിനായി സ്തോത്രം, ഞങ്ങൾക്ക് നന്ന കർത്താവെ നല്ല അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ദൈവമേ നല്ല സങ്കീർത്തനത്തെ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിൽ നിന്നാവശ്യമായിട്ടുള്ളതെല്ലാ കൃപയും കൊടുപ്പാണ്ടക്കവണ്ണം എൻ്റെ കർത്താവോടൊന്ന് സഹായിക്കുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്നു. ഹല്ലേലൂയ വഴി നടത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഇന്ന് പകൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏവരെയും അവിടെ ഇടങ്ങളിലായി കർത്താവ് സൂക്ഷിക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിവിധ രോഗങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രായാധികമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ രക്തം കൊണ്ട് അവരൊക്കെ ഇവിടുന്ന് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പ്രത്യേകാൽ കർത്താവെ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ, ഞങ്ങളുടെ കർത്താവ് ബന്ധുമിത്രാദികൾ ഓരോരുത്തരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ സഭായോഗത്തിൽ കടന്നു വരുവാൻ കഴിയാത്തവരായി, സംബന്ധിപ്പാൻ കഴിയാത്തവരായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും വേഗം കർത്താവ് ഹാലിൽ ഞങ്ങൾ
ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഒരു സാവകാശം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുമാറാകണമേ. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പോരായ്മകൾ അങ്ങ് കണക്കിടല്ലേ നമ്മളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകാൽ ദൈവദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവേ ഹല്ലേലൂയ കർത്താവേ നടത്തിക്കൊണ്ടു പോവാൻ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രത്യേകാൽ ജോയലായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ്റെ കർത്താവേ എല്ലാ പ്രവർത്തനങ്ങളിലും മേലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണുവാൻ തക്കവണ്ണം നിന്റെ മകൻ്റെ കർത്താവേ പ്രവർത്തനമാണല്ലോ. ഹല്ലേലൂയ. ആകയാൽ അവനെ നീ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വചനത്തിൽ നിന്ന് ദൈവമേ നിന്റെ ഹല്ലേലൂയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന ദാസനെ ദൈവം കരങ്ങളിൽ എടുക്കുമാറാകണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് വചനം പ്രാഗൽഭ്യത്തോടെ പറയുവാൻ തക്കവണ്ണം നിന്റെ മകനെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല കർത്താവേ, വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരുടെയും ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കുമാറാകണമേ. കർത്താവിന്റെ കൃപ അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നാഥാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. ഏറിയ കൃപയോടെ ഞങ്ങളെ ഇരിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. എല്ലാ നന്മകളാലോട് നിറയ്ക്കണം. സകല ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Let us pray. Our precious loving Father, I want to thank you for this beautiful and wonderful day that you have granted in our lives. Thank you for enabling us to worship in your presence. Together with one accord, we look up to you, Father. We honor and glorify your most awesome and magnified name, the name that is above all other names, Lord Father. Thank you for protecting us throughout the week, Lord Father. Lord, we look up to you for our source of blessings and help, Lord Father. Lord, we take every member, individual members and their families in their mighty hands. Let your divine protection be them. Commission angels in their steps while they're going and coming back. Lord, we want to thank you for what you have done thus far, Lord Father. We look up to our promises, Lord. We believe there are many promises, Lord Father, unfulfilled promises that is yet to come. We believe all the promises will be yes in Christ. Lord, we pray for this blessed day, Lord Father. Let this worship service transform our lives. Every element, every aspect of the worship service be an experience in our life, a blessed experience in our life. We pray for the wonderful esteemed servants that you have given in our lives, Lord Father. Let the word be delivered through them. Let this word transform and renew our mind and our hearts, Lord Father. Lord, we want to thank you for their families as well, Lord Father. Lord, we want to, together with one accord, we glorify your most awesome name. Thank you for hearing our prayer. In Jesus' name we say, Amen. നമ്മുടെ ആയുസ്സിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും നിസ്തുല്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർഗീയ പിതാവ് നമ്മെ അവിടുത്തെ ചെറുകടിയിൽ വഹിക്കുകയും നമുക്ക് ആവശ്യമുള്ള നന്മകളും അനുഗ്രഹങ്ങളും നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്തതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയും ചെയ്തു. വിശേഷാൽ ചെമ്പൂർ സഭയിലെ പ്രിയപ്പെട്ട തോമാച്ചായനും അതുപോലെ അദ്ദേഹത്തിന്റെ വൈഫും അത്യാസന്ന നിലയിൽ കിടക്കുന്നു എന്ന് അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദാസി കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയായിരുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട തോമാച്ചായന് ഇപ്പോഴും കോമയിലാണ്. യാതൊരു വിവരങ്ങൾക്കും അദ്ദേഹത്തിന് അറിയുവാൻ കഴിയുന്നില്ല. വൈഫ് കടന്നുപോയ വിവരം പോലും അദ്ദേഹം അറിയുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ, കുഞ്ഞുങ്ങളെല്ലാവരെയും തന്റെ സമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും നിറയ്ക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ദുഃഖത്തിലും സങ്കടത്തിലും ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന ദൈവം അവിടുന്ന് ആകയാൽ സ്തോത്രം. നിന്റെ ദാസി കഴിഞ്ഞ ദീർഘനാളുകളിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിന്റെ സാക്ഷിയാകുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന് ഇഷ്ടപ്രകാരം നിന്റെ ദാസിയെ അവിടുത്തെ സന്നിധിയിൽ വിളിച്ചു ചേർത്തതുകൊണ്ട് സ്തോത്രം. നിന്റെ ദാസനും കർത്താവെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ രോഗശൈലിയിൽ കിടക്കുന്നു. കർത്താവിന്റെ കാര്യങ്ങൾ നിന്റെ ദാസനെയും ഭരമേൽപ്പിക്കും. കർത്താവ് സഹായിക്കണമേ. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, സഭാവിശ്വാസികളുണ്ട്. കർത്താവിനെ അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ ദൈവം അരികിലുള്ളതുകൊണ്ട് നദിയോട് സ്തോത്രം. കർത്തൃകരങ്ങൾ ഞങ്ങളുടെ സകല കാര്യങ്ങളും ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനത്തിന്റെ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്താട്ട് അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിലും കർത്താവ് തന്റെ ശക്തിയാലും ബലത്താലും നമ്മളെ നിറയ്ക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു. ഒരു ഭക്തിയോടെ ജീവിക്കുന്ന ദൈവപൈതലിന്റെ ഹൃദയത്തിന്റെ അഭിവാഞ്ച, ഞാൻ എപ്പോൾ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും എന്നുള്ളതാണ്. അത് ഈ ഭൂമിയിലായിരുന്നാലും നിത്യതയിലായിരുന്നാലും നിത്യതയെക്കുറിച്ചുള്ള അത്യഗാധമായ കാഴ്ചപ്പാട് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളെ സാരമില്ലായി നേടുവാൻ അവർക്ക് ഒരു പ്രയാസവുമില്ല. കഠിനമായ ശോധനകളിലൂടെ പോകേണ്ടി വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുന്നതിനാവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം തന്റെ മക്കളുടെ മേൽ ചൊരിയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളെയും ജയിക്കുവാന്റെ ഗുണം തന്റെ മക്കൾക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ മക്കൾ അവരുടെ ഉള്ളിലെ ആശ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ചേരുവാനുള്ള ആ വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ നമുക്കിന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ തൊട്ട് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപ ഈ പകൽക്കാലം നമ്മളുടെ മേൽ ദൈവം ചൊരിയട്ടെ. സ്വർഗം തുറന്ന് സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ മഹനീയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു പാട്ടുകൂടെ വളരെ ശക്തിയോടുകൂടെ പാടാം. കരങ്ങൾ അടിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ നിറച്ച് അവിടുത്തെ നാമത്തിന് മഹത്വം വരേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. God sent His Son. They called Him Jesus. He came to love.
ജീവിതം മഹിമയിൽ വിളങ്ങുന്ന വലിയവനായ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ വളരെ ദോഷികളായിരുന്ന നമ്മളെ കൃപയുടെ ഈ ഉന്നതമായ അനുഭവത്തിലേക്ക് വഴി നടത്തിയതിനെ ഓർത്ത് നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവം എത്ര നല്ലവൻ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലായ്പ്പോഴും രുചിച്ചറിയുവാന്റെ ഗുണം ദൈവം നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെല്ലാവരെയും തുടർന്നുള്ള മിനിറ്റുകളിലും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ആ സമയം ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനുള്ള സമയമാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവവചനം കേൾക്കുന്നത് കൊണ്ടും ദൈവവചനം പഠിക്കുന്നത് കൊണ്ടും ദൈവവചനം മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗുണത്തെ കുറിച്ചാണ് നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. അത് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും പരമാർത്ഥമായ ഹൃദയം നമുക്കുണ്ടാവുകയാണ്. ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും മാറുകയും ദോഷ വഴികളും വിചാരങ്ങളും ചിന്തകളും എല്ലാം മനസ്സിൽ നിന്നും മാറിയിട്ട് ശുദ്ധ മനസാക്ഷി, പരമാർത്ഥ ഹൃദയം ഉണ്ടായി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ സാക്ഷികളാകുവാന്റെ ഗുണം ഇടയായി തീരുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആവശ്യമാണ്. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. നമ്മളെല്ലാവരുടെയും ആഗ്രഹപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ KC എബ്രഹാം സുദീർഘങ്ങളായ വർഷങ്ങൾ ഉത്തര ഭാരതത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ കർത്താവിന്റെ മഹനീയ ശുശ്രൂഷ ചെയ്ത ചർച്ചക്കോട് സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ ഒരു സീനിയർ മോസ്റ്റ് പാസ്റ്ററാണ്. വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററായി ദീർഘകാലങ്ങൾ കർത്തൃ സേവ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആ ശുശ്രൂഷകളൊക്കെ വിരമിച്ചിരിക്കുന്നു. അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസനിൽ നിന്ന് എന്ന പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഭാഗ്യമാണ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നമുക്ക് വളരെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന്റെ നീതിയുള്ള വചനത്തെ ദൈവം നമുക്ക് തരട്ടെ. അത് നമ്മുടെ കാലിന് ദീപമായിരിക്കുവാൻ, പാതയ്ക്ക് പ്രകാശമായിരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിന് തണുപ്പായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്തൃ ശുശ്രൂഷകയായ കർത്താവിന്റെ ദാസനെ ഞാൻ വളരെ വിനയത്തോടുകൂടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ KC എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമായ ഈ പകൽക്കാല വേളയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. എനിക്കും നിങ്ങളോട് ഒരുമിച്ച് ഈ സമയം ചെലവിടുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളേവരെയും അവിടെയായി കാക്കുന്നു, സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുവാൻ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് ധ്യാനിപ്പാനായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ ഒരു ദൈവവചനം വായിക്കുവാൻ, കേൾക്കപ്പെടുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ നീതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സമാധാനത്തിന് ദൈവം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനം കംപ്ലീറ്റായി മാറ്റപ്പെട്ടതായ ഒരു ലോകത്തിലാണല്ലോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നമ്മുടെ ആരുടെയും ആയുഷിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തതും നാം കേട്ടിട്ടില്ലാത്തതുമായ ഒരു സാഹചര്യത്തിലേക്ക്, പശ്ചാത്തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. ലോകമെമ്പാടും COVID-19 എന്ന് പറയുന്നതായ മഹാവ്യാധിയാൽ മനുഷ്യർ
നിരാശരായി, ജോലി നഷ്ടപ്പെട്ടവരായി, എല്ലാം ജീവിതത്തിൽ തകർന്നതായ ഒരവസ്ഥയിലേക്ക് ലോകം എത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രവചന പുസ്തകത്തിലൂടെയോ വായിക്കുന്ന പോലെ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ആരുടെയും ആയുഷ്കാലത്ത് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും സംഭവിച്ചിട്ടില്ലാത്തതുമാകുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ കൂടെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നതായ എല്ലാ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആണ് നമ്മുടെ സമാധാനം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് തരുന്ന സമാധാനത്തിന് മാത്രമേ ശാശ്വതമായ ഒരു സമാധാനം നമുക്ക് കർത്താവിലെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ദൈവമാണ് നമ്മുടെ സമാധാനം, കർത്താവാണ് നമ്മുടെ ബലം. ആകയാൽ ഈ സമാധാനം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനായിട്ട് നാം എന്തു ചെയ്യണമെന്നുള്ളതാണ് നാം വായിച്ച വേദഭാഗത്ത് വായിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇംഗ്ലീഷിൽ ആ വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഫൈനലി ബ്രദേഴ്സ്, വാട്ട് എവർ ഇസ് ട്രൂ, വാട്ട് എവർ ഇസ് നോബിൾ, വാട്ട് എവർ ഇസ് റൈറ്റ്, വാട്ട് എവർ ഇസ് പ്യുവർ, വാട്ട് എവർ ഇസ് ലവ്ലി, വാട്ട് എവർ ഇസ് അഡ്മയറബിൾ, ഇഫ് എനിത്തിങ് ഇസ് എക്സലന്റ് ഓർ praiseworthy, think about such things. What you have learned or received or heard from me or seen in me, put into practice, and the God of peace shall be with you. ചില കാര്യങ്ങൾ നാം ഇവിടെ ചെയ്യുവാനായി, ചില കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് നമ്മെ പഠിപ്പാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തീയ ജീവിതം ഉപദേശപരമായിട്ടും മറുഭാഗത്ത് വരുമ്പോൾ പ്രായോഗികമാക്കുന്ന ജീവിതങ്ങളുണ്ട്. ഇത് തിയറിയും പ്രാക്ടിക്കലും രണ്ടും കൂടെ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയത്തിലേക്ക് നടത്തുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ചില കാര്യങ്ങൾ നമ്മുടെ ചിന്ത, നമ്മുടെ ധ്യാനം, നമ്മുടെ മെഡിറ്റേഷൻ ഇതൊക്കെയും ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമാകുന്ന ഉന്നതിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. അവർക്ക് മാത്രമേ ദൈവിക സമാധാനം ജീവിതത്തിൽ അനുഭവിക്കപ്പെടുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. സത്യമായതും രമ്യമായതും നീതിയായതും ഒക്കെ നാം ധ്യാനിക്കുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മെഡിറ്റേറ്റ്, അത് ധ്യാനിക്കുന്നവരിൽ മാത്രമേ, അതായത് നാം അവയെ കേൾക്കുക മാത്രമല്ല, പിന്നീട് വീട്ടിൽ കടന്നുപോയി ആ ദൈവവചനം നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം നാം കേട്ടു, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കന്നുകാലികള് പുല്ല് തിന്ന ശേഷം കടന്നു വന്ന് ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ട് അയവിറക്കുന്നത് പോലെ ദൈവജനം കേൾക്കപ്പെട്ട ആ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ചില കാര്യങ്ങൾ നാം ചെയ്യണം, ഡു ഇറ്റ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഇറ്റ്, എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം അനുഭവിക്കപ്പെടുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നല്ല സമാധാനം. ലോകത്തിലെല്ലാം ഉണ്ട് എന്ന് വരികിലും ദൈവസമാധാനം, ഹൃദയത്തിൽ സമാധാനമില്ലാതെ വരികിൽ മനുഷ്യന് യാതൊരുമാകുന്ന സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കപ്പെടുവാനായിട്ട് സാധ്യമാകുകയില്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യോടെ നോക്കുമ്പോൾ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥമാകുന്ന സമാധാനം അനുഭവിക്കുന്നവരുണ്ട് എന്ന് വരികിൽ അത് ദൈവമക്കളെ കുറിച്ച് മാത്രമേ പറയുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കർത്താവ് പറഞ്ഞല്ലോ, ലോകം തരാത്ത സമാധാനം ഈ ലോകത്തിന് കണ്ടുമുട്ടുവാനോ ഈ ലോകത്ത് തരുവാനോ ഈ ലോകത്ത് പ്രാപിക്കുവാനോ കഴിയാത്ത സമാധാനം എൻ്റെ യേശുവിനുണ്ട്, എൻ്റെ കർത്താവിനുണ്ട്. അതനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമാധാനം യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന നാൾ മുതൽ ഈ സമാധാനം അനുഭവിക്കുന്നവരായി, ഈ സമാധാനത്തിന്റെ ഉടമകളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ആ വിശുദ്ധ പൗലോസിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടത്, കേട്ടത്, പഠിച്ചത് എന്നിത്യാദി കാര്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക. ചില കാര്യങ്ങൾ നാം മെഡിറ്റേറ്റ് ചെയ്യണം, അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരുകയാണ്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. ഫൈനലി therefore my 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: Finally, my brothers, rejoice in the Lord. It is no trouble for me to write the same things to you again. My brothers, rejoice in the Lord.
ഓൾവേസ് റിജോയ്സ് ഇൻ ദ ലോർഡ്. എല്ലായ്പ്പോഴും കർത്താവില് സന്തോഷിക്കുവാൻ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിൽ സന്തോഷിക്കുക. നമുക്ക് ലോകത്തിലെ പ്രകാരം സന്തോഷിക്കുവാൻ, ലോകത്തിൽ നമുക്ക് ഒന്നിലും ആശംസിക്കുവാൻ, ഒന്നിലും പ്രശംസിക്കുവാൻ നമുക്ക് വകയില്ല. നമ്മുടെ സന്തോഷം നമ്മുടെ കർത്താവാണ്. കർത്താവിലാണ് നമ്മുടെ സന്തോഷം അനുഭവിക്കപ്പെടുവാനായിട്ട് ഇടിയായിത്തീരുന്നത്. എങ്ങനെയാണ് ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടിയായിത്തീരുന്നത് എന്നുള്ളത് വേറൊരു വേദഭാഗത്തിൽ കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ ഫലം അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ ഫലം പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതകളുടെ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ ചില കലാമിറ്റീസ്, ചില വിപത്തുകൾ, നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 6 കൂട്ടം നെഗറ്റീവായിരിക്കുന്നതായ കാര്യങ്ങൾ. അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവരത്തിന്റെ ഫലം പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. സോ 6 kinds of calamities, വിപത്തുകൾ, യഹൂദന് വന്നതായ വിപത്തുകൾ, എല്ലാവിധ വിപത്തുകൾ. ആത്മീക സന്തോഷമില്ല, ഭൗതിക സന്തോഷമില്ല, അധ്വാനിച്ചിട്ട് യാതൊരു ഫലവുമില്ല, ആരാധനയില്ല. ഇങ്ങനെയുള്ള ഒരു വിപത്തിലേക്ക് ഇസ്രായേൽ ജനം എത്തിച്ചേരുവാനായിട്ട് ഇടിയേറ്റുന്നു. നാം ഇന്ന് ലോകത്തോട് ചുറ്റോട് കണ്ടു നോക്കിയാൽ ഇത് തന്നെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകായിരങ്ങളുടെ ജോലികൾ നഷ്ടപ്പെട്ടു. പല വിധത്തിലായ പ്രശ്നങ്ങളാൽ അനേകർ ഭാരപ്പെടുന്നു. സ്കൂളുകളില്ല, കോളേജുകളില്ല, ജോലിയില്ല, സാമ്പത്തിക വരുമാനങ്ങളില്ല. എല്ലാ നിലയിലും ലോകം, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഒരുപോലെ ഈ വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നാടുകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ, ദൈവത്തിൽ സന്തോഷിക്കുന്നതായ, ദൈവത്തിൽ ആരാധിക്കുന്നതായ ഒരു കൂട്ടം, ചെറിയൊരു കൂട്ടം ജനത്തെ കാണുവാനാണ് സാധിക്കുന്നു. അവരുടെ പേരാണ് ദൈവമക്കൾ. ദൈവത്തിൽ സ്തോത്രം. എല്ലാ വിപത്തിലും എല്ലാ പ്രയാസത്തിലും സന്തോഷിക്കുവാൻ, എല്ലാ ഭാരങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നതായ ഒരു കൂട്ടം ജനമാണ് ദൈവമക്കൾ. അവരെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഹബക്കൂക്ക് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്? ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഒരുപാട് പരാതികൾ പറയുന്ന ഹബക്കൂക്ക്, ഒത്തിരി കംപ്ലൈൻസുമായി ദൈവത്തോട് അവലാതിപ്പെടുന്നതായ ഹബക്കൂക്ക്, ഒത്തിരി പ്രയാസപ്പെടുന്നതായ, ഒത്തിരി സങ്കടപ്പെടുന്നതായ, എന്റെ നിങ്ങളെ പോലെ ഒരുപാട് കാര്യങ്ങളിൽ പരാതി പറയുന്നതായ ഹബക്കൂക്ക്. എന്തുകൊണ്ടാണ് കർത്താവെ ദുഷ്ടന്മാർ തന്നിൽ നീതിമാന്മാരായവരെ വിഴുങ്ങുമ്പോൾ നീ എന്തുകൊണ്ടാണ് കർത്താവെ മിണ്ടാതിരിക്കുന്നതിനുള്ള ചോദ്യങ്ങളുമായിട്ട് ഹബക്കൂക്ക് കടന്നു വരുന്ന പോലെ നാം ഇതുപോലുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾ നിന്നെ സേവിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇറങ്ങി തിരിച്ചു, ഈ വിപത്തുകൾ, ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഹബക്കൂക്ക് ഈ പ്രശ്നങ്ങൾ ദൈവത്തോട് ചോദിച്ച ശേഷം അത് ചോദിക്കുക മാത്രമല്ല, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്റെ ആവലാതി ഞാൻ കൊത്തളങ്ങളിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തെല്ലാം ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയുമെന്ന് കാണേണ്ടതിന് ഞാൻ ദൃഷ്ടി വയ്ക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും അനേക വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവത്തോട് പറയാറുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ പറയാറുണ്ട്, നമ്മുടെ വേദനകൾ പറയാറുണ്ട്, നമ്മുടെ ആവലാതികൾ പറയാറുണ്ട്, നമ്മുടെ പരാതികൾ പറയാറുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹബക്കൂക്ക് അങ്ങനെയല്ല. തന്റെ പ്രശ്നങ്ങൾ താൻ ദൈവസന്നിധിയിൽ വെക്കുക മാത്രമല്ല, അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായി തീർച്ചയായും എന്റെ വിഷയത്തിന്റെ മുഖത്ത് ദൈവം എന്നെ സഹായിക്കും, എന്റെ പ്രാർത്ഥന കേൾക്കും, എന്നെ വിടുവിക്കും, എനിക്ക് ഉത്തരമല്ലോ എന്ന് അരുളി ചെയ്യും എന്നുള്ള പൂർണ്ണമായ നിശ്ചയബോധത്തോടെ ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എനിക്ക് ഉത്തരം തരുമെന്നുള്ള ഉത്തമ ബോധത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഹബക്കൂക്ക്. 1-ാം അധ്യായം പരാതി പറയുന്ന ഹബക്കൂക്ക്. 2-ാം അധ്യായത്തില് ദൈവശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഹബക്കൂക്ക്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി, ആണ്ടുകൾ കഴിയും മുമ്പേ നീ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവശബ്ദം കേട്ട ഹബക്കൂക്ക്, ദൈവാലോചന കേട്ടതായ ഹബക്കൂക്ക്, ദൈവശബ്ദം കേട്ടതായ ഹബക്കൂക്ക്,
ഒന്നാം അധ്യായത്തിൽ പരാതി പറഞ്ഞ ഹബക്കൂക്കെങ്കിൽ ഒന്നാം അധ്യായത്തിൽ സങ്കടപ്പെടുന്ന ഹബക്കൂക്ക്, വിഷമങ്ങളും വേദനകളും ദൈവത്തോട് പറയുന്ന ഹബക്കൂക്ക്, രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളെ കണ്ടെത്തുവാൻ ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്ന ഒരു ഹബക്കൂക്ക്. ഈ വിഷമത്തിന്റെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുണ്ട്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, യഹോവയ്ക്കായി കാത്തിരിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവശബ്ദം കേൾക്കുവാൻ, ഏത് പ്രതികൂലങ്ങളുടെയും നടുവിൽ, പ്രയാസങ്ങളുടെയും നടുവിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തില് അദ്രിക്കടലിൽ കൂടെ സഞ്ചരിക്കുന്ന പൗലോസിനെ കൊണ്ട് യാത്ര ചെയ്യുന്ന 276 പേരടങ്ങിയ ഒരു കപ്പല് 14 രാത്രിയായി, പകലേതാ രാത്രിയായി, ദേവനമായി പകലേതാ രാത്രി ഏതാന്നറിയാൻ വയ്യാതെ അദ്രിക്കടലില് ഉഴന്നു നടക്കുന്ന സാഹചര്യത്തിന് നടുവിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും നടുവില് നമ്മുടെ അടുക്കേക്ക് കടന്നു വരുന്നവനാകുന്ന കർത്താവ്, സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയാണോ പകലാണോ എന്നറിയാൻ വയ്യാതെ കാണുവാൻ കഴിയാതെ വണ്ണം ജനം വലയപ്പെടുമ്പോൾ ആശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി രക്ഷപ്പെടും എന്നുള്ളതായ ആ സാഹചര്യങ്ങളുടെ നടുവിലാണ് പൗലോസ് പറയുന്നത്, ദൈവം എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ കർത്താവ് ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നു, എന്നോട് സംസാരിച്ചു. ദൈവശബ്ദം കേൾക്കപ്പെടുവാനായിട്ട് ഇടിയായി പൗലോസ് അത് രാവിലെ എഴുന്നേറ്റ് സഹോദരന്മാരെ ആശ്വസിപ്പിച്ച് ആഹാരം കഴിച്ച് ബലപ്പെട്ടു ദൈവത്തിൽ ധൈര്യപ്പെടുവാനായിട്ട് ഇടിയായി തീർന്നു. നമ്മുടെ പ്രശ്നത്തിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ അടുത്ത് കടന്നു വന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിന് വേണ്ടി ഹബക്കൂക്ക് കാത്തിരുന്നു. ആ കാത്തിരുന്ന ഹബക്കൂക്കിന് ദൈവശബ്ദം കേൾക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊന്നുമല്ല, ആ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഹബക്കൂക്കിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. ആ വ്യത്യാസമുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഹബക്കൂക്ക് പാടുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിമരത്തിന്റെ ഫലം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല, എങ്കിലും yet I will be rejoiced in the Lord. എല്ലാം പ്രതികൂലമായി തീർന്നു, എല്ലാം തനിക്കെതിരായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. താൻ അധ്വാനിച്ചു, യാതൊന്നുമില്ല, ഗോശാലകൾ കന്നുകാലികളില്ല, യാഗത്തിന് യാഗമൃഗങ്ങളെ കിട്ടുന്നില്ല, എല്ലാം അസ്തമിച്ചു പോയതായ ഒരു സാഹചര്യം, എല്ലാം കൈവിട്ടു പോയോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹബക്കൂക്ക് എത്തിച്ചേർന്നു. പക്ഷേ താൻ ദൈവശബ്ദം കേട്ടവനാകയാൽ, ദൈവത്തിന് ആലോചന കേട്ടവനാകയാൽ താൻ ഭയപ്പെടാതെ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ ഇടയാറ്റിരുന്നത് താൻ വിളിച്ചു പറയാണ്, എങ്കിലും yet I will be rejoiced in the Lord. ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിൽ ആനന്ദിക്കുവാൻ നാം പഠിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുള്ളവരായി തീരുവാനായിട്ട് ഇടയാറ്റിരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നോട് പഠിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ. ഏത് പശ്ചാത്തലത്തിലും ഏത് സാഹചര്യങ്ങളെ നടുവിലും പതറിപ്പോകാതെ ധൈര്യത്തോടെ ബലത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചതായ പൗലോസിന്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടായിരുന്നു. എപ്പോഴും സമാധാനം ദൈവം തന്നോട് കൂടെ ഉണ്ട്. ഓർപ്പിച്ചല്ലോ, അദ്രിക്കടലില് മുങ്ങിച്ചാകാറായ സാഹചര്യങ്ങളുടെ നടുവിലും ധൈര്യത്തോടെ നിന്ന് പറയാണ്, എന്റെ ഉടയവൻ, ഞാൻ സേവിക്കുന്നവനാകുന്ന കർത്താവ് ഇന്നലെ രാത്രി തന്റെ ദൂതനെ എന്റെ അടുക്കൽ അയച്ചു. ദൈവത്തിന്റെ മക്കളെ, നാം ഏത് സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവനായ ഒരു സ്നേഹവാനാകുന്ന സ്നേഹനിധിയായ ഒരു കർത്താവ് നമുക്കായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് തന്റെ ദൂതനെ നമുക്ക് അയക്കും. നമുക്ക് വേണ്ടി കർത്താവിന്റെ ദൂതനെ അയച്ചിട്ട് നമ്മെ ബലപ്പെടുത്തുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു, നമുക്കൊരു പുതിയ ബലം നൽകി തരുന്നു, ഒരു പുതിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നു, ഒരു പുതിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി തരുവാൻ. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ, ഈ മാരകമാകുന്ന ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ പൈതലേ, നമുക്ക് കർത്താവിൽ ബലപ്പെടുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് ഇടിയായി തീരട്ടെ. കർത്താവിന് സന്തോഷിക്കുന്നവരായി തീരുന്നതിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കപ്പെടുവാൻ, സന്തോഷം അനുഭവിക്കപ്പെടുവാനായിട്ട് ഇടിയായി തീരുകയുള്ളൂ. അടുത്ത വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനത്തിൽ മടങ്ങി വരാം. 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 3-ാം അധ്യായത്തിന് അടുത്ത 2-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. രണ്ടാമത്തെ പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന കാര്യം, സ്വയത്തിൽ ആശ്രയിക്കാതെ, ജഡത്തിൽ ആശ്രയിക്കാതെ, പാരമ്പര്യത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുവാനായി താൻ കാണിച്ചു കൊടുക്കുന്നു.
ഒന്ന്, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ. എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ കർത്താവിൽ സന്തോഷിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് മാത്രമേ സമാധാനമുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ്, സ്വയത്തിൽ ആശ്രയിക്കാതെ, തന്റെ പുകഴ്ചയിലോ തനിക്കുള്ളതിലോ ഒന്നും തന്നെ അഭിമാനിക്കപ്പെടാതെ വേണം, അതിൽ താൻ നെഗളിക്കാതെ വേണം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമാകുന്ന ആരാധനയുടെ സന്തോഷം വെളിപ്പെട്ട് കഴിയുമ്പോൾ, നാം യഥാർത്ഥമായി ദൈവത്തെ ആത്മനിറവിൽ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, വലിയ സമാധാനം അനുഭവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഓർത്തു നോക്കാട്ടെ, കഴിഞ്ഞ കാലങ്ങൾ പലപ്പോഴും വിഷമത്തോടെ ആരാധന കടന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെ പോലെ ഒരു വലിയൊരു മഹാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാം ascended the Mount Moriah with full of burden, with full of sorrow, but he descended with full of joy. He is singing and dancing and rejoicing in the Lord. വലിയ ഭാരത്തോടെയാണ് അബ്രഹാം മോരിയ മല കയറി പോകുന്നത്. എന്നാൽ മടങ്ങി വരുമ്പോൾ എന്ത് വലിയ സന്തോഷം! ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 പ്രാവശ്യം ഒരുപോലെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇത് ചെയ്തു, നിന്റെ ഏകജാതനാകുന്ന മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. പിന്നെയും രണ്ടാമതും ദൈവത്തെ ദൂതൻ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയാണ്, നീ ഇത് ചെയ്തു. ദൈവത്തിന്റെ വേദനയിലെ ഭാരത്തോടെ, വേദനയോടെ, ഏതെങ്കിലും വിഷയത്തിന് നടുവില് വേദന അനുഭവിക്കുന്നത് ദൈവവേദനായിട്ടാണോ ഇന്ന് പോൽക്കാൽ നമ്മളിവിടെ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഭാരങ്ങളെ ഒക്കെ ആരാധനയിൽ മാറിപ്പോകുവാനായിട്ട് ഇടിയച്ചിരും. നമ്മുടെ ഭാരങ്ങളൊക്കെ ആരാധനയിൽ അത് അകന്നു പോകുവാൻ, ആരാധനയിൽ കംപ്ലീറ്റായി മാറിയിട്ട് നമുക്കൊരു ആശ്വാസം, സമാധാനം, സന്തോഷം പ്രാപിച്ചവരായി എൻ്റെ ജീവിതം പലപ്പോഴും ഓർക്കുവാനായിട്ട് ഇടിയത്തുന്നുണ്ട്. വലിയ പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷേ സഭായോഗത്തിന് വന്ന് ദൈവമക്കളോട് ചേർന്നിരുന്ന് ഒന്ന് ആരാധിച്ച് ദൈവവേദന ധ്യാനിച്ച് ദൈവവേദത്തിൽ സന്തോഷിച്ച് കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതാണ് കൂട്ടായ്മയുടേതായ സന്തോഷം. ദൈവമക്കൾ ഒരുമിച്ച് കൂടി ആരാധിച്ച് കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ ജീവിതത്തിൽ അനുഭവിക്കാൻ വന്ന പോലെയല്ല, ഒത്തിരി ഭാരവുമായിട്ടാണ് വന്നത്. എന്നാൽ കടന്നു പോകുമ്പോൾ വലിയ സന്തോഷത്തോടെ ഹന്ന ദൈവസന്നിധിയിൽ വലിയ ഭാരത്തോടെ കടന്നു പോകുന്നു. എന്നാൽ ഏലി പ്രവാചകൽ കൂടെയുള്ള ആലോചന കേട്ട ശേഷം അവളുടെ ഹൃദയം പിന്നെ ഒരിക്കലും അത് ഭാരപ്പെട്ടില്ല, അവൾക്ക് ഒരിക്കലും നിരാശപ്പെട്ടില്ല. അവൾ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി പോകാനായിട്ട് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കടന്നു വരുന്ന, ഭാരത്തോടെ കടന്നു വരുന്ന ദൈവത്തിന്റെ പൈതലേ, നാം ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതുവരെ ഉണ്ടാകാത്തായ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, വലിയ ദൈവസമാധാനത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ സമാധാനത്താൽ നമ്മളെ നിറയ്ക്കുവാനായിട്ട് ഇടിയെത്തുന്നു. ദൈവമക്കൾക്ക് അതുകൊണ്ടാണ് ഏത് പ്രയാസങ്ങളുടെ നടുവിൽ പാടുവാനായിട്ട് ഇടിയെത്തുന്നത്. പാട്ടുകാർ പോലെ ഈ വാരിതിയിൽ വന്തിരയിൽ തള്ളലേറ്റിയാൻ മുങ്ങാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും എൻ്റെ പ്രിയൻ രക്ഷകനായി എൻ്റെ ബോട്ടിലുണ്ട്. മുങ്ങിടാതെ എന്നെ അക്കരെ എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സമുദ്രത്തില്, ഈ ലോകമാകുന്ന സമുദ്രത്തില് നമ്മൾ മുങ്ങിച്ചാകുവാനുള്ളവരെല്ലാം മറിച്ച് മോശയെ പോലെ മോശയുടെ പെങ്ങൾ കൊണ്ടുവന്ന് നീല നദിയിലെ ഞാങ്ങണപ്പെട്ടകത്തിലുണ്ടാക്കി അതിനകത്ത് കിടത്തുമ്പോൾ നീലനദിയിൽ മുങ്ങിച്ചാകുന്ന ഒരു മോശയല്ല അവൾ വിശ്വാസത്താൽ ദൂരമേ കണ്ടത്. പിന്നെയോ ആ നദിയുടെ അങ്ങേക്കാരിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തായ ഒരു വിജയത്തിന്റെ ശബ്ദം ഉയർത്തായ ഒരു മോശയെ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ശബ്ദത്തെ മുഴങ്ങുന്നതായ ദൈവദാസന്മാരായി, ദൈവമക്കളായി നമ്മൾ തീരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കപ്പെടുവാൻ, ദൈവിക സമാധാനത്താൽ നമ്മൾ നിറയപ്പെടുവാനായിട്ട് ഇടിയായി തീരും. സമയത്തിന് ചുരുക്കത്താൽ നീട്ടുവാൻ സാധിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മൾ എന്ത് കർത്താവിൽ പഠിച്ചു, എന്തുതാ കേട്ടു, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കും. അതിനായി ഏവരെ കർത്താവ് ഇടിയാക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം ധാരാളമായി വസിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ദൈവം തന്റെ ദാസനിലൂടെ നമ്മളെ കേൾപ്പിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്. നമ്മളോട് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടതിനാൽ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ പിതാവ് നമ്മളെ തുടർന്നുള്ള ദിവസങ്ങളിലും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ആയുസ്സിൽ ഇനിയും സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മുടെ ആയുസ്സിൽ വളരെ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ലോകത്തിൽ മാലിന്യങ്ങൾ പെരുകി വരുമ്പോൾ, ലോകക്കാർ വല്ലാത്ത വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസത്യാഗം
അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, വിശ്വാസം അനേകരുടെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിന് മടുവിൽ ദൈവം നമ്മളെ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുദ്ധമായ വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ പോരാടിക്കൊണ്ട് ഘനമായി മാത്രം ചിന്തിച്ച് പ്രത്യാശയുള്ളവരായി വിശ്വാസമുള്ളവരായി നിലനിന്ന് പോകുവാൻ വലിയവനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസന് ഞങ്ങൾ സഭയായിട്ട് നന്ദി പറയുന്നു. നമുക്കെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ടുകൂടെ പാടി കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. ഒരു പ്രത്യാശയുടെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൻ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൻ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവിൽ. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ച. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ച. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻകുമേള പോലെ മിന്നി വിളങ്ങിടുന്ന വെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവിൽ. വെള്ളത്തിൻകുമേള പോലെ മിന്നി വിളങ്ങിടുന്ന വെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവിൽ. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എന്നെ ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എന്നെ ജീവിച്ചിടുന്നേ. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനോകരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ.
വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം 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 വെടിയുമില്ല ഞാൻ. Praise the Lord. Hallelujah. Thank you, Jesus. Praise God. നമ്മൾ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു, നമ്മളോട് സംസാരിച്ചു. ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകർന്നു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. വളരെ സന്തോഷമുള്ളവരായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പൊന്നുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒടുവിലായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടും പാടി കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ മഹിമയെ വർണ്ണിക്കുവാൻ പ്രിയനെ പോൽ സുന്ദരനായി ഞാൻ ആരെയും ഉലകിൽ കാണുന്നില്ല എന്ന ശ്രേഷ്ഠമായ പാട്ട്, അർത്ഥഗാംഭീര്യമുള്ളതായ പാട്ട് പാടി ആ നല്ല നാഥനെ കാണുവാനുള്ള പ്രത്യാശയോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ സഭായോഗം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവ് നമ്മളെ സഹായിക്കട്ടെ. ഒടുവിലായിട്ട് പ്രാർത്ഥിക്കുന്നത് ബ്രദർ ക്രിസ്റ്റിയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Shall we bow our heads, close our eyes, and shall we pray? Father Lord, we thank you, Lord. We thank you for your abundant mercy, Lord. We come to your great presence, Lord. Right from the start of the meeting today, you blessed us so far. Hallelujah. You enabled your servants to minister powerfully from the word of God. Thank you, Lord. Your word is enriching. Your word is truly our solace during this time of troubles, Lord Jesus. Hallelujah. We praise and magnify your name, Lord Jesus. Hallelujah. Amen. Praise the Lord. Let the benevolence of love that is in Christ also, Lord, abide in us, oh Father. Hallelujah. We bless you, Lord. Hallelujah. As the pandemic is still prevalent across the world, Lord Jesus. Oh, we commit ourselves. We look unto you for hope, Lord Jesus. Hallelujah. There are many instances, Lord, right through the Old Testament. Praise the Lord, where Lord you send your angel, you sent a direct deliverance and saved your people, Lord. Hallelujah, hallelujah. Oh, thank you, Jesus. Lord, our hope is in you, Lord. Hallelujah. Amen. Praise the Lord. പൊന്നുപിതാവേ, ആമേൻ. നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. ആരാധനയിൽ ഇത്രത്തോളം നിങ്ങളെ ബലപ്പെടുത്തിയല്ലോ കർത്താവെ. പാട്ട് ചെയ്യുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. പ്രിയ യൂത്തിനെ ദൈവം ഉപയോഗിച്ചല്ലോ. പ്രിയ ജെയിംസാനെ കുടുംബത്തെ ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സൂക്ഷ്മാൻ ശക്തരായ അവിടുത്തെ ദാസന്മാരെ ഉപയോഗിച്ചല്ലോ. പ്രിയ സ്റ്റീഫൻ ബാസിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ കുടുംബമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ, കർത്താവെ. ഹല്ലേലൂയ. സൂൺ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുവാൻ ഇത്രത്തോളം കർത്താവെ ഓരോ വ്യക്തിവിധങ്ങളെ ദൈവം ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇത്രയും പേർക്ക് ഓൺലൈനിൽ കടന്നു വന്ന് പല സമയങ്ങളിലാണ് അടിയങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിലും കർത്താവെ ഒന്നിച്ചിരുന്ന് ഈ ആരാധന അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഞങ്ങളുടെ മുറികളിൽ നിന്ന് പാട്ടുകളും പാടുമ്പോൾ ആരാധന റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഇത് കേവലം റെക്കോർഡായിട്ട് മാത്രമല്ല കർത്താവെ, ഈ ജീവിതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഇത് വിടലാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ. കരയുന്നവരോട് കൂടെ ഇരുന്ന് കരയുന്ന കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ സന്തോഷത്തിൽ കൂടെ ഇരിക്കുന്ന കർത്താവെ, അവിടുത്തെ നാമം ആമേൻ പ്രൈസ് ദി ലോർഡ് മഹത്വമായി തീരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വാതിലായിരിക്കുന്ന ഞങ്ങളുടെ സഭയിൽ ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്തും ദാനിയലങ്ങളെയും തങ്കമാൻഡിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോർജങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോർജങ്ങളെ മക്കളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. വാതിലായിരുന്ന ഞങ്ങളുടെ പ്രിയ ജോയ്സ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആന്റിയുടെ മക്കളെ കൊച്ചുമക്കളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. സഭയിലെ തൂണുകളായിരിക്കുന്ന ദേവദാസന്മാരെ ദേവദാസിമാരെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതൃസംഘടന കുടുംബത്തെ പൂർവാധികം ബലപ്പെടുത്തണമേ. ആമേൻ. പ്രിയ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജെയിംസ്
സ്പിരിറ്റിനെ കുടുംബത്തെ ദൈവം ബലപ്പെടുത്തണമേ. സഭയിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോ യൂത്തിനെ അനുഗ്രഹിക്കണേ കർത്താവേ. എത്രയും വേഗം ഒരു ഫെലോഷിപ്പ് ഒന്നിച്ചുകൂടി ആരാധിപ്പാൻ ദൈവം ഒരു അവസരം ഒരുക്കുമല്ലോ കർത്താവേ. ഈ പാൻഡമിക്കിന് ദൈവം ശമനം നൽകണമേ. ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഓരോ മണ്ഡലങ്ങളിൽ അറിയുവാൻ ദൈവാത്മാവിടെ ആക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഹായം നീ മാത്രമല്ല കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ ദൈവസഭയെ ദൈവം നടത്തിയല്ലോ. ആമേൻ. ദൈവം തന്നെ ഹല്ലേലൂയ ഇത്രത്തോളം മാനിച്ച സഭയാണല്ലോ കർത്താവേ. ആമേൻ. വീണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നിച്ചു കാണുവാൻ ആമേൻ. വിവാഹങ്ങൾ, സ്നാനങ്ങൾ, ആമേൻ. ചില പാപികളുടെ മാനസാന്തരം കാണുവാൻ ആ ദേശത്തിന് ഒരു അത്ഭുതമാകണമേ. എയർപോർട്ടിൽ പോലും കർത്താവേ വന്നിറങ്ങുന്നവർ പോലും ആരാധന ഫെലോഷിപ്പിന് കൂടത്തക്കോണം ദൈവമേ ആ ചുറ്റുവട്ടത്തുള്ള അനേകരിലേക്ക് വളരെ വാഞ്ചയും ദാഹത്തോടെ ആമോസിന്റെ പുസ്തകത്തിൽ ദൈവദാസനയ്ക്കൂടെ ദൂതറിയിച്ചതുപോലെ അപ്പത്തിലുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹവും വിശപ്പും. ഏത് മരുന്നിനെ തകർക്കുന്ന ഏത് ശക്തിയെ വെല്ലുന്ന ശക്തി ഉണ്ടല്ലോ ദൈവവചനത്തിന്. മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യേശു മാറുന്ന ദൈവമല്ല, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. ദൈവത്തിന്റെ നേർക്കുള്ള ഇടപെടൽ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഓരോ സാമ്പത്തിക മണ്ഡലങ്ങളിലും ദൈവാത്മ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്ഷീണങ്ങൾ മാറുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല കർത്താവേ. ആത്മാർത്ഥമായ ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിക്കുന്നത് ഇത് ജീവനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിൽ കൂടെ പല സൂമിലെ ആരാധന നടക്കുന്നു. ഇതിനാണ് ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ട് കർത്താവേ. ഈ പുതിയ തലമുറയിൽ ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ടല്ലോ കർത്താവേ. ഒരു ശേഷിപ്പ് ഗണത്തെ ദൈവം ശേഷിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആത്മാർത്ഥമായി ആരാധിപ്പാൻ, ദൈവത്തിൽ വിശ്വസിപ്പാൻ, ദൈവവചനത്തിൽ വിശ്വസിപ്പാൻ, അവിടുത്തെ വരവിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കൃപ ചെയ്താട്ട്. തന്ന കൃപയ്ക്കായ സ്തോത്രം. അടികളെ കുടുംബമായി കുവൈറ്റി പോറ്റുന്ന കൃപയ്ക്കായ സ്തോത്രം. അടികളുടെ മാതാപിതാക്കള് കർത്താവെ സഹാറിലും ആമേൻ അമേരിക്കയിലും ആരും കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് കർത്താവെ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ ദൈവ അവസരം ഒരുക്കിയല്ലോ. ദൈവസഭയെ വീണ്ടും അനുഗ്രഹിച്ചാട്ട് എല്ലാവിധ നന്മകളാൽ നിറയ്ക്കുവപ്പ. തന്ന നല്ല കൃപയ്ക്കായി നന്ദിയപ്പ, മഹത്വപ്പ. യേശുവിനാഥ് ഉപേക്ഷിക്കുന്ന സ്വർഗീയ പിതാവേ. സമാധാനത്തിന് ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമ്പണം കാക്കപ്പെടുമാറാകട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകും ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും വാഴ്വുകളും നാം എല്ലാവരോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യത്തിന്റെ മേലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം നമുക്ക് ജയത്തെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം. God bless you all. Praise God.